ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പം കാലിക്കറ്റിൽ നിന്ന് തിരിച്ച് ലക്സംബർഗ് എത്തി ആഫ്റ്റർ 2 months ഓഫ് വെക്കേഷൻ കഴിഞ്ഞിട്ട്. ഇവിടെ അഞ്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ സ്ട്രീറ്റ്സും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് ഇൻ ലക്സംബർഗ്. സോ ഐ എം ബിറ്റ് എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര അടിപൊളിയായി കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വീട്ടിലും ഫുൾ ലൈറ്റ്സും ക്രിസ്മസ് ട്രീസും ഒക്കെ വെച്ച് ഭയങ്കര അടിപൊളി ഡെക്കറേഷൻ. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ഡെക്കറേഷനിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടില്ല. ഞാൻ ലേറ്റായി വന്നുകൊണ്ട്. അപ്പോൾ ഇനി വെക്കണം, അതൊക്കെ ഉണ്ട് പരിപാടി. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക. ഇവിടെ ഒരു ആക്ഷൻ പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങളിത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ബെറ്റംബർഗ് പോയിട്ട് ഇറങ്ങണം. അവിടെ നിന്ന് എൻ്റെ സിസ്റ്റർ എന്നെ പിക്ക് ചെയ്യും. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്മസ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതും അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ആസ് വെൽ ആസ് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ്സ് ഓൾ ഗോയിങ് ഓൺ. അപ്പം അതെല്ലാം ഈ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരും. സോ ഓക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേഷൻ ഉണ്ട്, ഡുട്ട്ലാൻഡ് സ്റ്റേഷൻ. അവിടെ ഞാൻ ബെറ്റംബർഗിലേക്കുള്ള ട്രെയിന് കയറി. അവിടെ നിന്നാണ് എൻ്റെ സിസ്റ്റർ എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഞാൻ ട്രെയിന് കയറി നേരെ ബെറ്റംബർഗിലേക്കാണ് പോയത്. ബെറ്റംബർഗ് റെയിൽവേ സ്റ്റേഷൻ എൻ്റെ സിസ്റ്റർ എന്നെ പിക്ക് ചെയ്തു. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നത്. അപ്പം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെന്ന് ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം.
ഞാനിപ്പം പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ താഴെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്. ലൈക്ക് ക്രിസ്മസ് ട്രീൻ്റെ മേലെ ലൈക്ക് തൂക്കുന്ന ഓരോ സാധനങ്ങൾ. അത് ആക്ച്വലി എനിക്ക് കളർ ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് അതിൻ്റെ കൂടെ കളർ പെൻസിൽസ് ഉണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് കളർ ചെയ്യാം. ഇറ്റ്സ് റിയലി നൈസ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പ്ലം കേക്കില്ലേ ക്രിസ്മസ് ടൈമിൽ, അതുപോലത്തെ കേക്കാണ് ഇത്. ഇതിൽ മധുരം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം പ്ലം കേക്കിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ തന്നെ ഉണ്ട്. ഇന്ന് ഡിസംബർ 24. അപ്പം ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഡിന്നറിന് വേണ്ടി പോവാണ്. ഡിന്നറിന് ഞങ്ങൾക്ക് റാക്ലറ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാക്ലറ്റ് ട്രൈ ചെയ്യുന്നത്. ഇതൊരു സ്വിസ് ഒറിജിൻ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ടിപ്പിക്കലി പറഞ്ഞാൽ നമ്മൾ ചീസ് നമ്മൾ കുറച്ച് ബോയിൽ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഹാം, വെജീസ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇടും. എന്നുവെച്ചാൽ അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ ബോയിൽ പൊട്ടാറ്റോസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്.
റാക്ലറ്റ് ഇവിടെ അധികം ഈ യൂറോപ്യൻസ് ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ റാക്ലറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സീക്രട്ട് സാന്റ അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് റിവീൽ ചെയ്യേണ്ട ഒരു ടൈമായിരുന്നു. നാട്ടിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സായിട്ടും എൻ്റെ കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് അത് മിസ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 ആളും തമ്മിൽ ക്രിസ്മസ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്താണ് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തത്. അതും ഓൺലൈൻ ത്രൂ ആണ് ഞങ്ങൾ ഡ്രോ എടുത്തത്. ആൻഡ് എന്താ അറിയില്ല, നമ്മൾ അതേ ഒരു ഓർഡറിലായിപ്പോയി അവിടെ ഇരുന്നത്. അതൊരു സർപ്രൈസിങ് പാർട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പം ഇന്ന് December 25. അപ്പം ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളൊരു ക്രിസ്മസ് ഡിന്നറിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 8 ഫാമിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 8 ഫാമിലീസ് വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഗെറ്റ് ടുഗെദർ ഒരു ലക്ഷറി ഗെറ്റ് ടുഗെദർ ആയിട്ടാണ് ഞാൻ എപ്പോഴും കണക്കാക്കൽ. ബിക്കോസ് നമ്മളിവിടെ എപ്പോഴും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കേൾക്കൽ ലക്സംബർഗിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇതാണ് ചുറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഞങ്ങൾ അധികം കേൾക്കാറ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് തന്നെ വളരെ കുറവാണ് ആൾക്കാർ ഇവിടെ സംസാരിക്കൽ. അപ്പം ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗെദർ പറഞ്ഞാൽ കുറേ നമുക്ക് മലയാളം കേൾക്കാം, കുറച്ച് നമ്മൾ ആൾക്കാരായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ ആണ്. അപ്പം ഇങ്ങനത്തെ ഗെറ്റ് ടുഗെദർ ഞാനെപ്പോഴും ഒരു ലക്ഷറി ഗെറ്റ് ടുഗെദർ ആയിട്ടാണ് കാണും. പിന്നെ അതുമാത്രം നല്ല നാടൻ ഫുഡും കഴിക്കാം. അപ്പം അതൊക്കെയാണ് ഇങ്ങനത്തെ ഗെറ്റ് ടുഗെദറിൻ്റെ ഒരു ഹൈലൈറ്റ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലൊരു ക്രിസ്മസ് വൈബായിരുന്നു കിട്ടുന്നത്. ബിക്കോസ് കുറേ വർത്തമാനം പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. ആസ് വെൽ ആസ് ഒരു സെലിബ്രേഷൻ മോഡ് തന്നെയായിരുന്നു. പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ മകൻ പെട്ടെന്ന് സാന്താക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് എല്ലാവരുടെ ഇടയിലും വന്നു. അത് കുട്ടികൾക്കും ഭയങ്കര രസമായിരുന്നു. ആസ് വെൽ ആസ് നമുക്കും. പിന്നെ എല്ലാവർക്കും ക്യാൻഡീസൊക്കെ കൊടുത്തു. നല്ലൊരു ഒരു ഗെറ്റ് ടുഗെദർ തന്നെയായിരുന്നു. You gave it away this year to save me from tears. I'll give it to someone special. A world so hard can reach to your heart when you say. ഈ പരിപാടിൻ്റെ എൻഡിൽ നമുക്കൊരു ലക്കി ഡ്രോ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു കോഡ് കിട്ടും. ആ സെയിം കോഡിലൊരു ഗിഫ്റ്റ് ഉണ്ടാവും. ആൻഡ് ഞാൻ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയത്. എനിക്കൊരു ഗ്ലാസ് പുഡിംഗ് ട്രേ ആണ് കിട്ടിയത്. സോ അതൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ഇൻ ലക്സംബർഗ്. അപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിരുന്നു ക്രിസ്മസ്. അപ്പം നിങ്ങൾക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. So in a nutshell, this is how my Christmas looked like.